ഏഹേ പെണ്ണെ 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 ഉന്തൻ മുന്നേ മുന്നേ. പടം കഴിഞ്ഞത് മുതൽ ഈ ഒരു വരികളാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനൊന്ന് എട്ടിൽ പിടിക്കുകയോ അല്ലെങ്കിൽ താഴെ പിടിക്കുകയോ എങ്ങനെയെങ്കിലും അത് പിച്ചൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് എന്നൊരു മ്യൂസിക്കാക്കി മാറ്റി കഴിഞ്ഞാൽ, ആ മ്യൂസിക് ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും. അല്ലേ സനൽ ദേവണ്ണ ചിരട്ടെ നമ്മൾ അറിയില്ല വിചാരിച്ചാൽ. എന്നാലും 14-ാം രാവിൻ്റെ പിറ പോലെ വന്ന്. അപ്പോൾ സിനിമ ആശകൾ 1000 സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രജിത്ത്, വടക്കൻ സെൽഫിയുടെ ഡയറക്ടറാണ്. ആ പടത്തിന് എനിക്ക് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടുള്ളൂ, സെക്കൻഡ് ഹാഫ് എനിക്ക് വർക്കൗട്ട് ആയില്ല. പക്ഷേ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമ. അതുപോലെ ഇത് എൻ്റെ അഭിപ്രായം നിങ്ങൾ ആരും നോക്കണ്ട കേട്ടോ. ഇതിനകത്തൊരു ഇമോഷനുണ്ട്, ഒരു റിലേഷൻ പാസമുണ്ട്. അത് വർക്കാവുന്നവർക്ക് ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് ഈ സിനിമ കണക്റ്റായി ഇഷ്ടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞ് മൂക്കളൊക്കെ ഒലിപ്പിച്ചിറങ്ങിപ്പോവാം. എനിക്കത് ആ കണക്ഷൻ അങ്ങോട്ട് വന്നില്ല. അതുകൊണ്ട് എനിക്ക് പടം സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര ഒരു വലിഞ്ഞു പോയതുപോലെ കുറേ ക്രിഞ്ചായിട്ടൊക്കെയാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. അത് എൻ്റെ മാത്രം, ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ട് ഒരു ആഗോള സത്യമാക്കി ഞാൻ പറയുന്നില്ല. ഈ സിനിമ ഇങ്ങനെയാണ് സ്ഥാപിക്കാൻ ഞാൻ പറയുന്നില്ല. ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. എനിക്ക് മൊത്തത്തിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയാണ് ഈ സിനിമയിൽ ഫീൽ ചെയ്തത്. നെപ്പോട്ടിസത്തിനെതിരെ നമ്മൾ ആഞ്ഞടിക്കണം. അപ്പോൾ അതിൽ ഇവർ തമ്മിലുള്ള ഒരു അച്ഛനും മകനും തമ്മിലുള്ള മറ്റേ സംഭവം ഉണ്ടല്ലോ, മീനത്തി താലിയുടെ സംഭവം. അത് ഓക്കെ, അത് അങ്ങനെ വരുമ്പോഴേക്കും അവർക്കിടയിലുള്ള ഒരു പാസം കൂടി നമുക്ക് അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ജയറാമിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്യാരക്ടറിൽ ഉണ്ടായിട്ടുണ്ട് മകൻ എന്നുള്ളൊരു സാധനം. പക്ഷെ മറ്റവനതുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്നും നമുക്ക് അങ്ങോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഇത് വരുമ്പോഴേക്കും ഒരു ബേസിക് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നതൊക്കെ മൊത്തം ആർട്ടിഫിഷ്യലായിപ്പോയി. പ്രത്യേകിച്ച് ഒരു സിനിമയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമാരെ സെലക്ട് ചെയ്യുമ്പം, ഈ സിനിമ ഇതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റ്, സിനിമയിലേക്ക് ചാൻസ്, അവസരം, ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയിലെ സബ്ജക്റ്റ് വരുന്നത്. എന്നിട്ട് അങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്ത് വെച്ചൊരു സിനിമ കൊടുക്കുമ്പോൾ അതിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വയ്ക്കുന്നവർക്ക് ഒരല്പം എന്തെങ്കിലും ഒരു നിലവാരം വേണ്ട. ഇതിൽ സൈഡായിട്ട് നിന്നിട്ട് റിയാക്ഷൻ കൊടുക്കുന്നവർ, ഇവരെല്ലാവരും മൊത്തത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ, ഒരു നാടകം എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള സാധനമല്ല, കുറച്ച് പേര് വന്ന് നിന്ന് അഭിനയിക്കുകയാണ് എന്നുള്ളൊരു ഫീലാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ തുടക്കത്തിൽ അച്ഛൻ മകൻ തുടക്കം കാണിക്കുമ്പോൾ കുറേ ചളി കോമഡികളുണ്ട്. എൻ്റെ മകൻ ഉപരാഷ്ട്രപതിയാണ്, സോറി വൈസ് പ്രസിഡൻ്റാണ്, ഇങ്ങനത്തെ കുറച്ച് കോമഡികളുണ്ട് തുടക്കം. അങ്ങനെ പോയി. പക്ഷേ ജയറാം ഗംഭീരമായിരുന്നു. എസ്പെഷ്യലി ഷറഫു ഗിടുവായിരുന്നു കേട്ടോ. ഷറഫുവിൻ്റെ ക്യാരക്ടറും ആസ് യൂഷ്വൽ പുള്ളിക്ക് ക്യാക്കുവാക്കാണ്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഷറഫും ജയറാമും കൂടി ആദ്യം വരുന്ന ഒരു സീനുണ്ട്, അതിൽ ജയറാമിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, അത് കിടുവായിരുന്നു ആ ഒരു സാധനം. അപ്പോൾ ഞാൻ വിളിച്ച് പടം കൊള്ളാം. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു അളവൊക്കെ നല്ല എൻജോയ് ചെയ്ത് തന്നെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്. എന്നിരുന്നാലും ഇവരെ കാണാൻ നല്ല രസമായിരുന്നു. ജയറാമിൻ്റെ പ്രത്യേകിച്ച് കുറേ അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്, അതുണ്ട്. അത് പക്ഷേ അത് നാച്ചുറലായിട്ട്, യഥാർത്ഥത്തിൽ പുള്ളിക്കാരൻ സീരിയസ് ആയിട്ട് അഭിനയിക്കുമ്പോഴേ നമുക്ക് ആ നാച്ചുറാലിറ്റി കിട്ടുള്ളൂ. പുള്ളിക്കാരൻ അത് കളിയാക്കാൻ വേണ്ടി അഭിനയിക്കുന്ന കാണുമ്പോൾ അതും കളിയാക്കാൻ വേണ്ടി അഭിനയിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് പോരാ. കാരണം അല്ലാതെ ഒരു അഭിമാനം ഉള്ള സീനുണ്ട്, അതിലെനിക്ക് മറ്റത് കിട്ടി. അഭിമാനമുണ്ട്, ഒരുപാടുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഇതിങ്ങനെ പോകണം. ആശാശരത്താണ് അമ്മ, എന്നൊരു സഹോദരിയുണ്ട്. ഇവരുടെ ഇത് കാണിച്ചിട്ട് പോണ്. ഇത് പ്രോപ്പറായിട്ട് ക്യാരക്ടേഴ്സിൻ്റെ ലക്ഷ്യം മാത്രമേ അവിടെ എഴുതപ്പെട്ടിട്ടുള്ളൂ. ക്യാരക്ടേഴ്സൊന്നും എല്ലാവരും ഇല്ല, ബേസിക്കായിട്ട് നമ്മുടെ ഇവൻ്റെ കാളിദാസിൻ്റെ അത് എഴുതപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ അവൻ്റെ അകത്തുള്ള അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് വന്നില്ല. അതുകൊണ്ട് തന്നെ ലാസ്റ്റൊക്കെ വരുമ്പോഴേക്കും ഇതങ്ങോട്ട് വിശ്വസനീയമായിട്ട് വരുന്നില്ല. ജയറാമിന് ഒരു ഇടയ്ക്കിടയ്ക്ക് ജയറാമിന് ആ ഒരു സാധനം ഉണ്ടെന്നുള്ളത് ഇട്ടിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് ഓക്കെയാണ്. ബാക്കിയൊക്കെ ലാസ്റ്റ് വന്ന് ന്യായീകരിക്കുന്ന സമയത്ത് എനിക്കത് തീരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഇവരുടെ അച്ഛൻ ഒരു മെഡിക്കൽ ട്രിപ്പാണ്, മിഡിൽ ക്ലാസ്, ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. മകൻ സിനിമയിൽ കയറണം, അങ്ങനെ റീൽസ് ഓളിയായിട്ട് നടക്കുന്നു. അപ്പോൾ അവർക്ക് സിനിമയിൽ കയറണം എന്നുള്ള അച്ഛൻ എപ്പോഴും കാണുമ്പോഴേക്കും ആട്ടിത്തുപ്പിക്കൊണ്ടിരിക്കുന്നു. സ്ഥിരം പഴയ പടങ്ങളിലുള്ള ക്ലീശേ പുതിയൊരു ഇവർ അച്ഛനും മകനുമായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു കൗതുകമുണ്ട് കേട്ടോ. കറക്റ്റ് അച്ഛനും മോനും, യഥാർത്ഥത്തിൽ അച്ഛനും മോനോട് കാണാൻ അതുപോലെ തന്നെയാണ് ഇവരുടെ ഒരു സാധനം. അത് അച്ഛൻ്റെ മുമ്പിൽ നിന്ന് അഭിനയിക്കുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പോയി ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ലേ, ഷറഫ് വന്നതോടെ പടം ഒന്ന് പൊങ്ങി. ആ സീന് കൊള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പ്രെഡിക്റ്റബിളാണ് ഇതെങ്ങോട്ട് പോകും എന്നുള്ളത്. പക്ഷേ സ്റ്റിൽ അത് രസമുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങി. താരാട്ടുപാടി ഉറക്കു നീ 14-ാം രാവിൻ്റെ പിറ പോലെ വന്നല്ലോ. എങ്ങനെയാണ് അത് വിനീത് ശ്രീനിവാസനെ കൊണ്ട് ആ പാട്ട് പാടിക്കാൻ തോന്നിയത്? സാധാരണ പഴയ പാട്ടുകളെടുത്ത് റീമിക്സ് ചെയ്യുമ്പോഴേക്കും ഒന്നുകൂടെ അത് ഫാസ്റ്റ് ആക്കിയിട്ട് ബീറ്റൊക്കെ കയറ്റി അടിച്ചു വിടും. ഇതായാലും പിന്നെ സ്ലോ ആക്കി അങ്ങ് വിട്ടിരിക്കണം. എന്തിനാണോ ഒരു പാട്ട്, ഒരു ഡാൻസ്, ഇങ്ങനെ കുറേ ആവശ്യമില്ലാത്ത സീൻ വെച്ച് കുത്തി കയറ്റി അങ്ങ് പോകണം. ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ മാത്രം, പിന്നെ എൻ്റെ മാത്രമല്ല നാട്ടുകാർ അഭിപ്രായം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഇതൊക്കെ ഇതുവരെ ഉൾട്ടായിട്ട് വർക്കാവണവരുണ്ടാവും. എനിക്കിതൊക്കെ ഭയങ്കര ഏച്ച് കെട്ടി എഴിഞ്ഞു പോയതുപോലെയാണ്. ബേസിക്കലി ഇതൊരു ഇമോഷനാണ്, ഫീൽ ഗുഡാണ്.
ആ ഇമോഷൻ നമുക്ക് കണക്റ്റായാൽ മാത്രമേ ആ സിനിമയുടെ ആസ്വാദനം ഉണ്ടാവുള്ളൂ. എനിക്കത് തീരെ ഇതിൽ പറ്റിയിട്ടുണ്ടാവില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. പ്രോപ്പറായിട്ട് ക്യാരക്ടേഴ്സ് നമുക്ക് അവരുടെ കൂടെ ഫോളോ ചെയ്യണം, ആരുടെ കൂടെ ഫോളോ ചെയ്യണം, അവൻ്റെ ഒരു ഇമോഷൻ നമ്മുടേതാവണം, അങ്ങനെ ഒരു സാധനം വരുന്നില്ല. അതൊന്ന്. രണ്ടാമത് ഈ അഭിനയിക്കുന്നത് മൊത്തം ആറ്റില്ല. അത് കാളിദാസിൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ കാളിദാസിൻ്റെ ഡബ് ലിപ്സ്റ്റിംഗ് ഒക്കെ ഭയങ്കര മോശം. ഒട്ടും അങ്ങോട്ട് ഒരു ഡൈജസ്റ്റ് ആവില്ല കാളിദാസിൻ്റെ ഡബ്ബിങ് കൊടുത്തിരിക്കുന്നത്. അത് ഇതിനൊരു ഇതാണ്, ഒരു നെഗറ്റീവാണ്. പിന്നെ ആശാ ശരത്തൊന്നും പ്രത്യേകിച്ച് ഒരു ഇതുമില്ലാത്തൊരു ഇതാണ്. ഒരു പുണ്ണാക്കില്ലാതെ വന്ന് നിന്നിട്ട് മാസം അടിച്ചൊന്നും പറഞ്ഞുകൊണ്ട് നമുക്കങ്ങോട്ട് രോമാഞ്ചമൊന്നും വരത്തുന്നില്ല. അപ്പം അതുപോലെ തന്നെ ഫീൽ ചെയ്തത് ആ സീനൊക്കെ ക്രിഞ്ചായിരുന്നു. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ബാക്കിയുള്ളവർ, ഷറഫുദ്ദീൻ ഞാൻ പറഞ്ഞില്ലേ സൂപ്പറായിരുന്നു. ഇഷാനി കൃഷ്ണ വേഷം ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, ഓക്കെ. ആനന്ദ് മന്മഥൻ എവിടെയോ വന്നിട്ട് പോയിട്ടുണ്ട്. അഖിൽ NRD ഉണ്ട്, ഒരു പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കാനൊക്കെ അറിയാം. അപ്പോൾ റീൽസ് ചെയ്യണവർക്ക് മറ്റേ സിനിമയ്ക്കാരെ അഭിനയിക്കാൻ പറ്റൂല എന്നുള്ള അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്തിന് ഇങ്ങനെ ഒരു വേഷം, വെറുതെ ഒരാവശ്യമില്ലാത്തൊരു വേഷം, ഒന്നും ഒരു പ്രയോജനം ഉണ്ടാകുമല്ലോ പുള്ളിക്ക് കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട്. സിനിമ കയറി എന്നുള്ള ഒരു ആഗ്രഹം തീർക്കാത്രേ ഉള്ളൂ. പിന്നെ രമേശ് പിഷാരടി ഉണ്ട്, കുഞ്ചനുണ്ട്, ഷാജു ശ്രീധറുണ്ട്, റാഫിയുണ്ട്. ഇവരൊക്കെ കുറച്ചേ ഉള്ളൂ. സുരേഷ് കുമാർ കുറച്ച് മെയിനായിട്ട് അച്ഛനും തന്തയും മോനും തന്നെ കാണിച്ചുകൊണ്ടിരിക്കണം. ദിലീപ് മേനോൻ, ഷിൻസ് സാം, പിന്നെ ഇവരൊക്കെ തന്നെയാണ്. പിന്നെ ഉള്ളത് കുറേ നാട്ടുകാരായിട്ട് കുറേ പേരുണ്ട്, അവരുടെ ഒരു ക്രിഞ്ച് നാട്ടുകാർ. പിന്നെ കൂട്ടുകാർ കുറേ പേരുണ്ട്, ക്രിഞ്ച് കൂട്ടുകാർ. പിന്നെ സിനിമാക്കാർ കുറേ പേരുണ്ട്, ക്രിഞ്ച് സിനിമാക്കാർ. മൊത്തത്തിൽ ക്രിഞ്ചായിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ക്രിയേറ്റീവ് ഡയറക്ടർ ജൂഡ് ആന്റണി ജോസഫാണ്. ജൂഡാൻ്റെ മറ്റേ 2018 നമ്മൾ തിയേറ്ററിൽ കണ്ട് ഇമോഷൻ കിട്ടി. ആ ഇമോഷൻ കിട്ടാതെ കണ്ടവരെല്ലാം ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു ആ പടത്തിന്. അങ്ങനെ അതുപോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ എനിക്ക് ആ തിയേറ്ററിൽ 2018 കണ്ടപ്പോൾ ആ ഇമോഷനിൽ വർക്കായിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, അത് ഇഷ്ടപ്പെട്ട് ഭയങ്കര നീ പോടാ എന്താണ് ആ സിനിമ കുറ്റം പറയണേ നമ്മൾ പറയും. അത് കിട്ടാത്തവർ എന്നോടെ തോന്നിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യും. അതേപോലത്തെ ഒരു അവസ്ഥയാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. സ്വരൂപ് ഫിലിപ്പ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. ഒരു ഫീൽ ഗുഡ് പടത്തിന് എന്താണ് വേണ്ടത് അത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിം എഡിറ്റർ ഷഫീഖ് ബീബി. കുറേ കൂടി ഫാസ്റ്റായിട്ട് പടം പോകുമായിരുന്നു, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് വിടായിരുന്നു. ഡയറക്ടറാണ് തീരുമാനിക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ സനൽ ദേവ്. പല സീനുകളും ഫീൽ ഗുഡ് ആക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമുക്ക് മനസ്സിൽ പതിപ്പിച്ചിട്ടുള്ള മ്യൂസിക്കുകളുണ്ട്. അതിന് കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഫീൽ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ള ആ ഒരു ലൂപ്പ് ഹോൾ പിടിച്ചെടുത്ത് ചെയ്തിരിക്കുകയാണ്. പക്ഷേ തിരഞ്ഞെടുത്ത സിനിമകളൊക്കെ അത്രയും ആൾക്കാർക്ക് മുന്നന്തി ചാരലൊക്കെ നമുക്ക് നല്ല ബൈഹാർട്ടഡായിട്ടുള്ള പാട്ടുകളായി പോയതുകൊണ്ട് ഇത് എവിടെയോ കേട്ട മാതിരി എന്നുള്ള ഫീൽ എന്ന് വന്നത് അത് തന്നെ അങ്ങനത്തെ ഒരു ഫീലാണ് വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്, പഴയ മറ്റേ ചെല്ലക്കാറ്റെ ചൊല്ല് റെഫറൻസ് പരിപാടി, ഇതൊക്കെ വെച്ചിട്ടൊക്കെ ഉള്ള ഒരു അണ്ണൻ്റെ ഒരു ഐഡിയ പരിപാടിയാണ്. പക്ഷേ അല്ലാത്ത സമയത്ത് ഇയാൾ സ്വന്തമായിട്ട് ഇട്ട സാധനങ്ങളൊക്കെ കൊള്ളായിരുന്നു. പിന്നെ നിമേഷ് താനൂറിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, കാര്യമായിട്ടൊന്നും ഒരു റോളൊന്നും ഇതിനകത്തില്ല. പിന്നെ ശ്രീകുമാർ ടോണാലിറ്റിയൊക്കെ കൊള്ളാം, കണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവരൊക്കെ. ജയറാമിനായാലും മകനായാലും അവൻ നല്ല ചാമിങ് ആയിരുന്നു കാളിദാസ് ഈ പടത്തിലെ. അല്ലാതെ ഇത് നോക്കുമ്പോൾ ഇത് ഞാൻ പറയില്ല, ഫാമിലി സീരിയലൊക്കെ കാണുന്ന ഓഡിയൻസ് അവർക്ക് ഇത് ബോറടിക്കാതെയൊക്കെ ചിലപ്പോൾ കണ്ട് ആ ഇമോഷൻ കിട്ടി കണ്ണൊക്കെ നിറച്ച് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ സിനിമ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ആ ഒരു ഫീൽ ഗുഡ് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഭീകരമായിട്ട് ഞാൻ ഇഷ്ടപ്പെടും. ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ റിവ്യൂവിൽ തന്നെ എൻ്റെ മുഖത്തുള്ള ഭാവത്തിൽ നിങ്ങൾക്കത് മനസ്സിലാവും, എനിക്കത് ഭയങ്കരമായിട്ട് വർക്കായി എന്നുള്ളത്. സർവ്വമായാലൊക്കെ അതുണ്ടായിരുന്നു, ഇതിലത് വന്നില്ല, അത് മിസ്സിങ് ആയിപ്പോയി. അതുമാത്രമല്ല കഥയും ഒരു സുഖമില്ലാതെ ഒരുപാട് പടത്തിൽ ഇങ്ങനെ 3 BHK എന്നൊരു സിനിമയുണ്ട്, എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് മലങ്കൾട്ടായിട്ട് ഞാൻ കണ്ടിട്ട് സിനിമയാണ്. അത് ഞാൻ റിവ്യൂ ഇട്ടതിന് കുറേ പേര് നിനക്ക് ഭ്രാന്താണോ സൂപ്പർ പടം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. അതൊക്കെ ഇഷ്ടപ്പെട്ട് അത് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തില്ല. 3 BHK ഇതിൽ അച്ഛൻ്റെ മകൻ്റെ വിഷയങ്ങളുണ്ട്, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള സീനുകളൊക്കെ ഈ സിനിമയിലും വരുന്നുണ്ട്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടാം. എനിക്ക് പിടിച്ചില്ല. ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ വലിഞ്ഞ് താഴോട്ട് പോയതുപോലത്തെ ഒരു അനുഭവമാണ് ആശകളായിരം സമ്മാനിച്ചിട്ടുള്ളത്. നന്ദി. നെപ്പോട്ടിസം അവസാനിക്കട്ടെ. ഞാൻ പറഞ്ഞതല്ല, ഇതിലെ കഥാപാത്രങ്ങൾ പറഞ്ഞതാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനലൊന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.